തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം ഒരു പാർട്ട്, തെരഞ്ഞെടുക്കപ്പെടുന്ന കൂട്ടം സെക്കൻഡ് പാർട്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം നിൽക്കുന്നവരാണ് വിശുദ്ധിക്ക് വേണ്ടി പോരാടി തന്നെ തന്നെ താഴ്ത്തി ഒരു സന്തനായി യേശുക്രിസ്തുവിനെ ജീവിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവർ ദൈവരാജ്യം കരസ്ഥമാക്കും. ഇവർക്കിപ്പോ ഇവിടേതായ ആത്മീയ കാഴ്ചപ്പാട് മഞ്ജീവപിച്ചിരിക്കുന്നു, അതിന് കുരുട് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. അപ്പൊ പല ചോദ്യം, അപ്പൊ അവര് പ്രവചിക്കുന്നില്ലേ? അത് ചോദിക്കാം. അവര് പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഞാൻ അവരെ പ്രവചിക്കുന്നുണ്ട്, അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ അത്ഭുതം ചെയ്യുന്നുണ്ട്. ഇത് പ്രവചനമാണ്, ഇത് പ്രവചനമാണ്. യോവേൽ പ്രവാചക കാലത്ത് ദൈവം എഴുതിയിരിക്കുന്ന അന്ത്യകാലത്ത് ഉദരത്തിലെ കിടക്കുന്ന കുഞ്ഞു പ്രവചിക്കും. പക്ഷെ അവർ നിത്യത കരസ്ഥമാക്കണമെങ്കിൽ പ്രമാണം വേറെ ഉണ്ടെന്ന് ഇല്ലേ? ദൈവത്തിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് പ്രവചന നിവർത്തീകരണമാണ്. അപ്പൊ യോവേൽ പ്രവചിക്കുന്നത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പോലെ പള്ളിയിൽ അച്ഛന്മാർ പോലും പ്രവചിക്കുന്നു. പക്ഷെ നിത്യത കരസ്ഥമാക്കുമോ? കരസ്ഥമാക്കോ? അത് പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അത് അവിടെ വിട്ട് സ്റ്റോപ്പ് ആകുന്നു. നിത്യത കരസ്ഥമാകുന്നത് പ്രമാണം വേറെയുണ്ട്. അതിനകത്ത് കടത്തി വന്നേ മതിയാവ്. അപ്പൊ പല ചോദിക്കുന്നതാണ്, അവിടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? പ്രാർത്ഥന അത് പ്രവചനമാണ്. ഒരുത്തൻ ചോദിച്ച് യേശുക്രിസ്തു കാൽവരിയെ കുറിച്ച് നിലവിളിക്കുന്നത് എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എഴുതി വെച്ച പ്രവചനത്തെ നിവൃത്തി എന്ന് പറഞ്ഞു. സങ്കീർത്തനം 20 എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? സങ്കീർത്തനം 20 എഴുതിയിട്ടുണ്ടോ? ആ എഴുത്തിനാണ് നിവർത്തി എഴുതുന്നത്. അത്ര തന്നെ. ദൈവരാജ്യം കരസ്ഥമാക്കണമെങ്കിൽ പ്രമാണമുണ്ട്. അപ്പൊ ഞാൻ വിശുദ്ധരായിരിക്കുന്നവരെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. അത് തന്നെ വിശുദ്ധിക്കായിട്ട് വില കൊടുത്ത് നിന്നേ മതിയാവും. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ടാമേ, അവിടെ ഞാൻ ചോദിച്ച ചോദ്യമാണാമേ, ഇതെന്തായാലും പലരും അറിയട്ടെ. ഞാൻ ചോദിച്ചത്, ദൈവത്തിന്റെ സ്വരൂപത്തിനും സാദൃശ്യം മനുഷ്യരെ ഉണ്ടാക്കി അല്ലേ? ഉണ്ടാക്കി. എന്നിട്ട് ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് ദൈവം 2 കാര്യം ഇവർക്ക് അലോപടി ചെയ്താമേ. ആർക്കും പറയാമോ? ഇപ്പൊ ഇവർ ജീവനുള്ള ദേഹിയാൽ തീർന്നു, നടക്കാൻ ശ്രമിക്കുന്നു, നല്ല ആരോഗ്യമുള്ള ഹെൽത്തുള്ള ബോഡിയായി തീർന്നു, ശരീരമായി തീർന്നു. ചെറു കുഴപ്പമില്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, ഞാൻ നോക്കട്ടാമേ. ഇവർക്ക് 2 കാര്യം കർത്താവ് അവിടെ വെച്ച് വന്നു. ഒന്ന്, തോട്ടം സൂക്ഷിപ്പാനും അവിടെ വേലിയുമാണ് അല്ലേ? എന്നിട്ട് ഇവർ അവിടെ പാവം ചെയ്തതിനു ശേഷം ആ ഒരു സർക്കിൾ തീർന്നു. നിസ്സക്കൻ പാവം ചെയ്ത രണ്ടാമത്തെ സർക്കിൾ അത് വരുന്നു. ഇവർക്ക് കർത്താവ് 2 കാര്യം വരെ ചെയ്തു അല്ലെ? എന്താ ഇവർ കൊടുത്തിട്ട് 2 കാര്യം? ഒന്ന്, വസ്ത്രം കൊടുത്തോ ഇല്ലയോ? 2 ആഹാരം കൊടുത്തോ ഇല്ലയോ? കൊടുത്തുവല്ലോ. ബാക്കിയുള്ള കൊടുത്തോ? ഒന്ന് കൊടുത്തിട്ട് ഉറപ്പാണല്ലോ. ഈ 2 കാര്യവും ഒരു മനുഷ്യന് ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ വരവുകളെ ഇനി 2 കാര്യം മനുഷ്യന് ആവശ്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, സഹോദര, നീ നീ ആഹാരം കഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. എന്താ ജീവൻ ആഹാരം കഴിക്കുന്നത്? ആഹാരം കഴിക്കുന്നതിനാണ് ജീവൻ നിലനിർത്താൻ വേണ്ടി. ആഹാരം കഴിക്കണമെന്ന് പ്രമാണമുണ്ടോ? പ്രമാണമുണ്ട്. തന്നല്ലോ, ദൈവം തന്നല്ലോ. 3-4 പ്രാവശ്യം എഴുതിയിരിക്കുന്നതാണ്. യേശുക്രിസ്തു പോലും പലപ്പോഴും ചില രോഗികളെ സൗഖ്യമാക്കിയിട്ട് ലിസ്റ്റ് പറയുന്നറിയോ, അവന് ആഹാരം കൊടുക്കാൻ അത് വേണ്ട. തളർന്നു വരുന്ന പടകുന്ന തളർന്നു വരുന്ന പത്രോസിനെ ശിഷ്യന്മാരെ ആ ക്ഷീണിച്ചെറുപ്പം കർത്താവ് കണ്ണിൽ ചുട്ടെടുത്ത ആഹാരം തിന്നണമെന്നും കഴിക്കണമെന്നുള്ള പ്രമാണം കൊടുക്കും. അപ്പൊ ആഹാരം അത്യാവശ്യമാണ് ശരീരത്തിന് അല്ല, ഈ ശരീരത്തിന് ആവശ്യമാണ്. വസ്ത്രത്തിന് ആവശ്യമുണ്ട്, ഉണ്ടോ? അപ്പൊ ആഹാരം വേണം, വസ്ത്രം. കമ്മലിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ നിങ്ങൾ പറയുന്നത് വസ്ത്രം മനുഷ്യന് ആവശ്യമാണ്, മാനം മറിക്കുവാൻ. ആഹാരം മനുഷ്യരില്ലെങ്കിൽ ചത്തുപോകും. ആമേ. ഈ കാതില് കമ്മൽ എന്തിനാ ഇടുന്നത്? എനിക്ക് അതിന് ആൻസർ കിട്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞു 2 കാര്യം ഇവര് ഉത്തരം പറഞ്ഞു. അതില്ലെങ്കിൽ മനുഷ്യത്വവും ഇല്ലെങ്കിൽ നടക്കണം. നിങ്ങൾ കാതിൽ എന്തിനാ കമ്മൽ ഇടുന്നത്?